ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഡെയിലി വ്ളോഗിൻ്റെ 19ാമത്തെ ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ എണീറ്റ് അനിയത്തിനെ കൊണ്ടാക്കാനായിട്ട് പോകണം കേട്ടോ. അച്ചാമ്മയും എല്ലാവരും ഇങ്ങനെ വീട്ടിലായതുകൊണ്ട് ഇവിടെ രാവിലെ അങ്ങ് ഞാൻ സ്കൂളിൽ കൊണ്ട് ബസ്സിൽ കയറ്റി വിട്ടാൽ മതിയായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഒരു വിശ്വാസം കൂടുതൽ കൊണ്ടായിരിക്കും ഞാൻ അവളെ ബസ്സിൽ വിട്ടില്ല. നേരെ ഞാൻ തന്നെ സ്കൂളിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. എത്ര പെട്രോൾ ചിലവായാലും കുഴപ്പമില്ല. സ്കൂളിൽ എത്തപ്പോൾ അവളെ സ്വഭാവം മാറി, അവളെന്നെ മൈൻഡ് പോലും ചെയ്തില്ല. എന്നിട്ട് ഞാൻ എന്താ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്ക് അച്ചാമ്മയുടെ കാല് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടും ഞാൻ ദേവൂട്ടീനെ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ദേവൂട്ടിയും കൂടെ കുറച്ച് നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. എന്നിട്ടല്ല അമ്മ സത്യത്തിൽ എന്നെ പറഞ്ഞു വിട്ട് അമ്മയുടെ സംഘത്തിൽ എന്തോ സംഭവം കടയിൽ കൊടുക്കാനായിട്ടായിരുന്നു. പിന്നെ ഞാൻ ദേവനെ കണ്ടപ്പോഴത്തേക്ക് ദേവനെ കളിപ്പിച്ച് കുറച്ച് നേരമൊക്കെ നിന്നു. അവളെ കോപ്രായങ്ങൾക്ക് കൂടെ നിന്നു. എനിക്കിതിനെക്കാട്ടിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഓരോ സമയവും വിലപ്പെട്ടതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കിടക്കെ മടി പിടിച്ചിരിക്കുന്നവർക്ക് ഒന്നും തോന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ മടിച്ചാണെന്ന് പറഞ്ഞില്ല. ഒരു 2 ദിവസം മുമ്പ് വരെ ഞാൻ കുഴി മടിച്ചായിരുന്നു. ഒരു വക ഞാൻ ചെയ്യത്തില്ലായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് എൻ്റെ മടി എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കണ്ട് ഫുൾ ആക്റ്റീവായി. അതുകൊണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. എന്നിട്ട് ഞാൻ അമ്മ അറിയാതെ 1-2 ചക്കച്ചുളകൾ മോഷ്ടിച്ച് കഴിച്ചു. പിന്നല്ല, ഇതൊക്കെ ചെറിയൊരു ആനന്ദമല്ലേ. ആനന്ദത്തിൻ്റെ പേരിൽ ഞാൻ എടുത്തങ്ങ് കഴിച്ചു. പക്ഷേ അപ്പോൾ വല്ല അമ്മേനെ കണ്ടിരുന്നെങ്കിൽ തല്ലിക്കൊന്ന് ഉപ്പും തെച്ച് വെച്ചേനെ. പോട്ടെ, ഇനിയിപ്പോൾ എന്തായാലും അടുത്ത കാര്യം പറയാം. ഞാൻ എൻ്റെ വണ്ടിയാണെങ്കിൽ കുറച്ച് ദിവസമായി എടുക്കാതെയൊക്കെ ഇരുന്ന വണ്ടിയുടെ ബാറ്ററിയൊക്കെ ഡൗൺ ആയിപ്പോയി. പിന്നെ ഞാൻ കിക്കറടിച്ച് കുറേയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കി എടുത്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു വണ്ടി ഫുൾ അങ്ങ് വൃത്തിയായി കഴുകിയേക്കാം. അങ്ങനെ വിചാരിച്ചു ഒരു വണ്ടി കഴുകിയപ്പോൾ തന്നെ എൻ്റെ കോലം ഇതായി. അപ്പോൾ അമ്മ പറഞ്ഞ് എന്നാൽ പിന്നെ ഇനി വാ നമുക്ക് ചക്ക വെച്ചത് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഈ ബാക്കി വണ്ടികൾ കഴുകിയാൽ മതി എന്ന് സഹതാപത്തോട് വിളിച്ചപ്പോഴത്തേക്ക് പിന്നെ പോയി ചക്ക കഴിക്കാമെന്ന് വിചാരിച്ചു. ചക്ക വെച്ചതും നല്ല അടിപൊളി ഒരു കറിയായിരുന്നു കേട്ടോ. അതും മുളക് പൊടി സവാളയൊക്കെ ഇട്ട് എന്തോ ഒരു സംഭവമായിരുന്നു. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. എന്നിട്ട് ഞാൻ നമ്മളെ വണ്ടികളെല്ലാം ബൈക്കും സ്കൂട്ടിയൊക്കെ കഴുകിയപ്പോൾ കുഞ്ഞ് എൻ്റെ അടുത്ത് വെച്ചു എൻ്റെ വണ്ടിയും കൂടെ വെള്ളം ഒഴിച്ച് കഴുകി തരുമോ എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം ഒന്ന് കഴുകി കൊടുത്തു. നമ്മുടെ ബുള്ളറ്റ് ഞാൻ കഴുകി സുന്ദര കുട്ടപ്പനാക്കി. എന്നാലും നമ്മുടെ ബുള്ളറ്റിന് എൻ്റെ അടുത്ത് വളരെ വിരോധം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കിക്കർ ചറ അടിച്ച ശേഷം മാത്രമാണ് ബുള്ളറ്റ് ഓണായത്. പിന്നെ ഈ മാരക ഷോ കാണിക്കുന്നത് മൊത്തം വേറെങ്ങും കൊണ്ടുപോയല്ല, ഈ വണ്ടി എടുത്ത് താഴെ വെക്കാനായിട്ടാണ് ഞാൻ ഈ മാരക ഷോ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഈ പെണ്ണ് ഇത് എന്തോ നീ കാണിക്കുന്നത് എന്നൊക്കെ തോന്നിയേക്കാം. ഞാൻ സത്യത്തിൽ അമ്മയുടെ അടുത്തും വീഡിയോ എടുക്കാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന കണ്ടപ്പോൾ അമ്മയ്ക്ക് തോന്നിയിട്ടാണോ എന്തോന്ന് എനിക്കറിയില്ല, അമ്മ അങ്ങ് വീഡിയോ എടുത്തു. പിന്നെ എടുത്ത സ്ഥിതിക്ക് എന്തായാലും നിങ്ങളെയും കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്താ വണ്ടി കഴുകി മുറ്റം മൊത്തത്തിൽ കുളമാക്കി ഇട്ടേക്കാണ്. എന്നിട്ട് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് അനിയത്തിനെ വിളിക്കാൻ പോകണമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും പോയിട്ട് വരുന്ന വഴിക്ക് അമ്മ ഫുഡ് കൂടി മേടിച്ചിട്ട് വരാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര അനിയത്തി എടുത്ത് പറഞ്ഞു, ഇന്ന് നിന്നെ ഞാൻ വേറൊരു വഴിയാണ് കൊണ്ടുപോകുന്നത്, നീ ഏത് വഴി പറഞ്ഞാലും അതുവഴി നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും, നിനക്ക് ഇഷ്ടപ്പെട്ട വഴി നമുക്ക് പോവാം എന്നൊക്കെ കുറേ മാരക ഡയലോഗ് അടിച്ചത് കൊണ്ടായിരിക്കാം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഗോകുല ആശുപത്രിയിൽ അതുവഴി പോകാം. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇനി ഇവളൊക്കെ കയറ്റി 2 ഷോക്ക് അടിപ്പിക്കാനുള്ള ആനന്ദ കാരണമാണോ എന്തോ അവൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോകുന്ന വഴിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചായിരുന്നു 1 കിലോ 200 രൂപ. പിങ്ക് കളറായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഗോകുല ആശുപത്രിയിലെ കാഴ്ചകൾ കണ്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തി എൻ്റെ അടുത്ത് ഒരു വലിയ സത്യം ഉറപ്പിച്ചു. അതായത് ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ആശുപത്രിയിൽ ഒരു 3 ആഴ്ച കിടന്നത് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം. എങ്ങനെ മറക്കാൻ സാധിക്കും? ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അപ്പച്ചീനെ ഓപ്പറേഷൻ ചെയ്ത് ഈ ആശുപത്രിയിലായിരുന്നു കിട്ടിരുന്നത്. അതുകൊണ്ട് നമ്മളൊരു 3 ആഴ്ച നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഓട്ടോ ചേട്ടന്മാരെയും കുറേ ആംബുലൻസ് ചേട്ടന്മാരെയും കുറേ ആംബുലൻസൊക്കെ കണ്ട് നമ്മൾ നേരെ മുൻപോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോയപ്പോൾ എല്ലാവരും വായും പൊളിച്ച് നമ്മളെ തന്നെ നോക്കുന്നു. ഈ പെൺപിള്ളേർ എന്തോ കാണിക്കുന്നത്, ഇതെന്തോന്നാണ് ഈ ചെയ്യുന്നത്, ഇതെന്തോന്ന് പ്രഹസനം എന്നുള്ള രീതിയിലൊക്കെ നോക്കി. പക്ഷെ ഇതിലൊന്നും അണഞ്ഞു പോകാത്തത് കൊണ്ട് തന്നെ നമ്മളിതൊന്നും മൈൻഡില്ല. നമ്മൾ നേരെ മുൻപോട്ട് പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് 2 മിൽക്ക് ഷേക്ക് മേടിച്ചായിരുന്നു കേട്ടോ. മറ്റേ ഒന്നും കിട്ടാത്ത പിള്ളേർ കണക്കാണ് കുഞ്ഞാറ്റ് കാണിച്ചത്. കുഞ്ഞാറ്റ് കിട്ടിയ മതി കിട്ടാത്ത മതി, അപ്പോഴവളത് കുടിച്ചു തീർത്തു. ഞാൻ ഒരു ഒഴിഞ്ഞ റോഡ് എത്തിയിട്ടാണ് കേട്ടോ കുടിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി എല്ലാം നിന്റെ ഇഷ്ടത്തിന് ഞാൻ വഴി പോകാമെന്ന് സമ്മതിച്ചേ. നിനക്ക് ആ വഴി പോണോ ഈ വഴി പോണോ? ആ വഴി നേരെ ഉള്ളു. ഇത് വഴിയാ? നിന്റെ ചോയ്സ് ആണ്. നീ പറയുന്നത് അയ്യോ എന്റെ കൊല്ലം കൊണ്ടോണേ. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇവളീ കണ്ട വഴിയൊക്കെ പറഞ്ഞാലും എനിക്ക് അത്യാവശ്യം നമ്മളെ സ്ഥലങ്ങളെല്ലാം അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത് എന്നും പറഞ്ഞ് ഇവള് ഈ കണ്ട വഴികൾ അത്രയും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ എല്ലാ വഴിയെന്ന് പറഞ്ഞുകൂടെങ്കിലും അത്യാവശ്യം നമുക്ക് വീട്ടിൽ എത്താനുള്ള വഴി മാത്രം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അവൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ അതുവഴി മാത്രമേ പോകൂ.
നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നുണ്ട്? വഴി വല്ലതും അറിയാമോ? നീ പറയണ വഴിയാണ് ഞാൻ പോണത്. ഇനി ആ വഴി പോവാ, വഴി ആ വഴി. അത് വീടായിരുന്ന വഴിയാണ്. രാത്രിയായ വലിയ കുന്നുകളാണെങ്കിലും മുന്നേറ്റം നീ ഒരു കുന്ന് തന്നെ കയറിപ്പോണ വഴികളും കുന്നു തന്നെ. വഴി എവിടെ ചെന്ന് തീരണില്ലല്ലേ? റോഡ് തീർക്കാൻ തിരിച്ചു പോണ്ടേ? അതല്ലേ തേര് തീരണില്ലെന്ന്. ആരെങ്കിലും ഇത് ഒറ്റപ്പെട്ട സ്ഥലമൊന്നുമല്ല. ഒരു മാമൻ പോകുന്നു. പോണവൻ രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ പിടിച്ചോ. ആരെയും അതിലൂടെ കൊണ്ടു കെട്ടിയ പണ്ടാവും. ഇവിടം വരെ വന്നിട്ട് അവ പിടിച്ചു പോയി. ഇതൊക്കെ ഏത് പട്ടിക്കാടാണോ എന്തോ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. പൊളി ഉണ്ടല്ലേ. എന്തൊരു രമണീയത. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. താഴോട്ട് പോകത്തുണ്ട്. ഞാൻ പറയണ വഴിയില് പോവുള്ളു. താഴെ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡും മേടിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.